ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് മുതൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമ്മൾ ഒന്നാം ഈ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ഒന്നാം ഗവൺമെൻറ് തന്നെ, ആദ്യ ഗവൺമെൻറ് തന്നെ, നെഹ്റുവിൻ്റെ ഗവൺമെൻറ് തന്നെ പിന്നെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുകയും രാജ്യത്ത് അതിൻ്റെ ചെയർമാനായി പ്രധാനമന്ത്രിയും സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വളരെ വലിയ ഒരു അപ്പെക്സ് ബോഡിയായിട്ടാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനും സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്ലാനിംഗ് ബോർഡുകളും വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പട്ടത്താണ് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിൻ്റെ ആസ്ഥാനം. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ പ്ലാനിംഗ് ബോർഡുകൾക്കുണ്ടായിരുന്ന അധികാരവും സംവിധാനങ്ങളൊക്കെ നീതി ആയോഗ് എന്ന പേരിൽ മാറ്റുകയും ഇന്ന് സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, അതിന് പകരം നീതി ആയോഗാണുള്ളത്. അത് നരേന്ദ്രമോദിയാണ് എൻ്റെ ചെയർമാൻ. ഈ ഇടയ്ക്കാണ്, കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ നീതി ആയോഗിൻ്റെ സമ്പൂർണ്ണ യോഗം 28 മുഖ്യമന്ത്രിമാരും ചരിത്രത്തിലാദ്യമായി 28 മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത യോഗം നടന്നത്. അവിടെ വി ഡി സതീശനും പങ്കെടുക്കുകയും വയോജന വകുപ്പിനെ കുറിച്ച് കാര്യങ്ങൾ പറയുകയും അത് കയ്യടി നേടുകയൊക്കെ ചെയ്ത വലിയൊരു യോഗം കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. നീതി ആയോഗിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ രൂപമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ്. അതിനൊരു വൈസ് ചെയർമാൻ, ക്യാബിനറ്റ് റാങ്കുള്ളൊരു വൈസ് ചെയർമാൻ, പിന്നെ കുറേ പ്ലാനിംഗ് ബോർഡ് അംഗങ്ങൾ, പിന്നെ ഒരു 6-7 ഡിവിഷനുകൾ, അതിന് കുറച്ച് സ്റ്റാഫും, നല്ലൊരു സംവിധാനം ആസൂത്രണ ബോർഡിനുണ്ട്. അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ആസൂത്രണ ബോർഡിന് അധികാരമുണ്ട്, പക്ഷേ പരമാധികാരമില്ല. ആ ഒരു വിഷയമുണ്ട്. അവർക്ക് അധികാരമുണ്ട്, പരമാധികാരമില്ല. പ്ലാനിംഗ് ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പല മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ എക്സ്പെർട്ടുകളെയും പ്രൊഫഷണലുകളെയൊക്കെയാണ് പലപ്പോഴും പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളായിട്ട് വയ്ക്കുക. വൈസ് ചെയർമാനായിട്ട് സാമ്പത്തിക വിദഗ്ധരെയും ചീഫ് സെക്രട്ടറിമാരെയും അങ്ങനെ പലരും IAS-കാരും നോൺ IAS-കാരും ഒക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ പ്ലാനിംഗ് ബോർഡിനെ സമഗ്രമായി പൊളിച്ചെഴുതും എന്നാണ് പറയുന്നത്. ഇന്നുള്ള പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു പരിമിതി, ഞാനും നേരത്തെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി യോഗങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പെന്നും അതുപോലെ തന്നെ ഈ പദ്ധതി രൂപീകരണ ശില്പശാലകളെന്നും ആശയ രൂപീകരണ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിൻ്റെ ആസൂത്രണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, സംസ്ഥാന ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിൻ്റെ കീഴിൽ നടന്ന പശ്ചിമഘട്ട വികസന പരിപാടിയുടെ ടെക്നിക്കൽ ഒരു എക്സ്പെർട്ടായി കുറച്ചു കാലം ഞാൻ പ്ലാനിംഗ് ബോർഡ് ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, പ്ലാനിംഗ് ബോർഡിലെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൂടെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഇന്നത്തെ പ്ലാനിംഗ് ബോർഡിനെ അടിമുടി പൊളിച്ചെഴുതേണ്ടതുണ്ട്. അത് ചെയ്യും എന്നാണ് വി ഡി സതീശൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു തിങ്ക് ടാങ്ക്, അതായത് ചിന്തിക്കുന്ന ഒരു ബാങ്ക്, ഒരു ടാങ്ക് ആക്കി അതിനെ മാറ്റും. ടാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗമാക്കി അതിനെ മാറ്റും. വളരെ വലിയ നല്ല തീരുമാനമാണ്. കാരണം ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊരു പരിമിതിയായിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ പറയാം. അതിനെ കുറ്റമായിട്ടല്ല നമ്മൾ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരവരുടെ പദ്ധതികൾ, ഗവേഷണ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഓട്ടോണമസ് സ്ഥാപനങ്ങളും അവരവരുടെ പദ്ധതികൾ അങ്ങ് രൂപീകരിക്കും. ആ പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി ചില മീറ്റിങ്ങുകൾ മാത്രം പ്ലാനിംഗ് ബോർഡിൽ നടക്കും. അത് കഴിഞ്ഞാൽ പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ജോലി കൃത്യമായ ഈ എക്കണോമിക് റിവ്യൂ പുസ്തകം ഇറക്കും. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇറക്കും. കുറച്ച് കോപ്പി അടിക്കും. അത് കുറച്ച് കോപ്പി ലൈബ്രറി കാണും, പിന്നെ കുറച്ച് കോപ്പി നാട്ടുകാർക്കൊക്കെ കൊടുക്കും. എന്നുള്ളതിനപ്പുറമുള്ള കേരള സംസ്ഥാനത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനിംഗ് ബോർഡിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേറ്റിനൊരു ഡേറ്റാ സെൻറ്റർ, കൃത്യമായൊരു ഡേറ്റാ സെൻറ്റർ ഇതുവരെ സ്റ്റേറ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഡേറ്റ പൂളിംഗ് നടന്നിട്ടില്ല. എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, എത്രയോ സ്ഥാപനങ്ങളിൽ പഠനങ്ങൾ നടക്കും. ഇംഗ്ലീഷിലാണ് പഠന റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. മലയാളത്തിൽ അപൂർവമായ റിപ്പോർട്ട് വരാറുള്ളൂ. ഈ പഠന റിപ്പോർട്ടുകളെല്ലാം നല്ല കളർഫുൾ പ്രിൻ്റ് എടുക്കും. മനോഹരമായിട്ട് അതിനകത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആശംസ, മന്ത്രിമാരുടെ ആശംസ എല്ലാം വെച്ച് മനോഹരമായി 500-1000 കോപ്പി അടിക്കും. അത് മന്ത്രി സെക്രട്ടറിക്ക് കൊടുക്കും, സെക്രട്ടറി ഗൺമാന് കൊടുക്കും, അല്ലെങ്കിൽ പിയൂണിന് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ CAക്ക് കൊടുക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്രട്ടറി ഒരിക്കൽ കണ്ട ബുക്ക് തന്നെ, സെക്രട്ടറി അപ്രൂവ് ചെയ്ത ബുക്ക് തന്നെ ഫൈനൽ കോപ്പിയും സെക്രട്ടറിക്ക് കൊടുക്കും. പ്ലാനിംഗ് ബോർഡ് അപ്രൂവ് ചെയ്ത ബുക്ക്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ അപ്രൂവ് ചെയ്ത ബുക്ക് വൈസ് ചെയർമാൻ മന്ത്രി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് ഈ സർക്കിളിൽ കിടന്നത് കറങ്ങുന്നതല്ലാതെ ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കോ ഈ നാട്ടിലെ ഗവേഷണം നടത്തുന്നവർക്കോ ഈ നാട്ടിലെ പിന്നെ പഠനം നടത്തുന്നവർക്കൊന്നും അത് കിട്ടാറില്ല. അവിടെ ലൈബ്രറി ഉണ്ട് പ്ലാനിംഗ് ബോർഡിന്. വളരെ പരിതാപകരമാണ്. ഞാൻ നിരവധി തവണ അവിടെ പോയിട്ടുണ്ട്. നിരാശനായി തന്നെ മടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ വല്ലതും കിട്ടിയിട്ടുമുണ്ട്. വളരെ പ്രയാസമാണ് അതൊക്കെ. ഇതെല്ലാം പബ്ലിക്കിന് തുറന്നു കൊടുക്കണം. ലൈബ്രറിയിലൊക്കെ പബ്ലിക്കിന് പോകാം, എടുക്കാം. ഞാൻ പലവട്ടം പോയ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ അതൊരു സുഖകരമായ പ്രൊഫഷണൽ ലൈബ്രറി അല്ല. ഓൺലൈനിൽ കിട്ടണം. ഈ പബ്ലിഷ് ചെയ്ത മുഴുവൻ ഡേറ്റയും
പബ്ലിഷ് ചെയ്താണ് ഞാൻ പറയുന്നത്, രഹസ്യ ഡേറ്റയല്ല, പബ്ലിഷ് ചെയ്ത മുഴുവൻ ഡേറ്റയും നമുക്ക് ഫിംഗർ ടിപ്പിൽ ഓൺലൈനിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം. അത് സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡ് കൃത്യമായൊരു സ്റ്റേറ്റ് ഡാറ്റാ സെൻ്ററായി, ഡാറ്റ ആർക്കൈവായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുബന്ധ യൂണിറ്റായി അത് കൊണ്ടുവരണം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ കുത്തിക്കെട്ടി കണക്കാക്കി പ്രസിദ്ധീകരിക്കുന്നതല്ല പ്ലാനിംഗ് ബോർഡിൻ്റെ ജോലി. കൃത്യമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും എന്തവർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മീറ്റിംഗ് നടത്താതെ, എല്ലാവരെയും കൂടി ഇരുത്തി നടത്താതെ, രണ്ട് തരത്തിലാണ് നടക്കുന്നത് പലപ്പോഴും. ഒന്നുകിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിയെടുത്തുള്ള അവിയൽ മീറ്റിംഗ് ആയിരിക്കും. ഇത് നടത്താതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇൻ്റഗ്രേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് നടക്കണം. എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൽപ്പാദന മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കൃഷി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീകാരും മൂല്യവർദ്ധ. എന്താ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം? ഒന്ന്, കൃഷിക്കാർക്ക് കൃഷിഭൂമി ഉണ്ട്, സമ്മതിച്ചു, പക്ഷേ വെള്ളമില്ല. അപ്പോൾ ഇറിഗേഷൻ വകുപ്പിനെ കൂടെ ഇരുത്തണ്ടേ? വെള്ളം കൊടുക്കുന്ന ജോലി അവർക്കുള്ളതാണ്. എന്നാൽ ഉൽപ്പാദനമുണ്ടായി, അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി പശു, ആട്, കോഴി സംവിധാനങ്ങൾ വേണമെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് വേണം. അതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ അതിന് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രശ്നമുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസുകാരെ കൂടി അതിനകത്ത് വേണ്ടേ? അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആളുകൾ വേണ്ടേ? അപ്പോൾ കുടുംബശ്രീക്കാരടക്കമുള്ള, അപ്പോൾ ഇങ്ങനെ ഒരു 5 പേരടങ്ങുന്ന, അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആസൂത്രണ പ്രക്രിയ നടത്തി, അങ്ങനെ ഒരു കൺസെപ്റ്റ് നോട്ടും പെർസ്പെക്റ്റീവ് നോട്ടും പോയി അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പോയാൽ, കൃത്യമായി പ്ലാനിംഗ് ബോർഡ് എല്ലാ വർഷവും 5 വർഷത്തിലൊരിക്കലും ഓരോ വർഷവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് കൃത്യമായി ഇതിലാണ് സ്റ്റേറ്റിൽ പ്രോജക്റ്റ് വേണ്ടത്, പ്രോജക്റ്റിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്, ഈ മേഖലയിൽ, ഈ സെക്ടറിൽ ഇതിലാണ് ഇനി പ്രോജക്റ്റ് കേരളത്തിൽ വേണ്ടത് എന്ന് അങ്ങോട്ട് പറയുകയും അതിനനുസൃതമായ നൂതന പ്രോജക്റ്റുകൾ ഉണ്ടായി വരികയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കൃത്യമായ ഐഡിയ പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇല്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഡാറ്റാ ബാങ്ക് തുറക്കാനും, ആ ഡാറ്റാ ബാങ്ക് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഡാറ്റാ ബാങ്കുമായി ലിങ്ക് ചെയ്യാനും, ഇത് പബ്ലിക്കുമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കേണ്ടതും, യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പരിപാടികൾ പ്ലാനിംഗ് ബോർഡ് ആസൂത്രണം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള തിങ്ക് ടാങ്ക് ഓരോ മേഖലയിലും അതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധരെ, അത് പ്രായമായവരോ പെൻഷൻ പറ്റിയവരോ അല്ലെങ്കിൽ സർവീസിലുള്ളവരോ അല്ലെങ്കിൽ കർഷകരോ, ഏറ്റവും നല്ല കർഷകൻ, ഈ സംസ്ഥാനത്ത് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും നല്ല കർഷകൻ പ്ലാനിംഗ് ബോർഡിൻ്റെ ഈ തിങ്ക് ടാങ്കിൽ ഉണ്ടാകണം. ഏറ്റവും നല്ല പാചകം ചെയ്യുന്ന വീട്ടമ്മ ഈ തിങ്ക് ടാങ്കിൽ ഉണ്ടാകണം. ഏറ്റവും നന്നായി മത്സ്യം പിടിക്കുന്ന, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആൾ ഇതിനകത്ത് ഉണ്ടാവണം. മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പെർട്ട് ഉണ്ടാവണം. എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ സർവകലാശാലയിൽ പഠിച്ചതല്ല, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആൾസോ എക്സ്പെർട്ടായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ എക്സ്പീരിയൻസ്, ഓരോ മേഖലയിലും എക്സ്പീരിയൻസ് ഉള്ളവർ, ഓരോ മേഖലയിലും എക്സ്പെർട്ട് ഉള്ളവർ, ഇത് കണക്കാക്കുമ്പോൾ പാർട്ടി ഓഫീസിലെ ലിസ്റ്റ് കൊടുത്ത് ചെയ്യരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ലിസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഞാൻ സംഘടന ഭരണത്തിലില്ലാത്തവരെ കുറിച്ച് സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ കൃത്യമായ എന്താ പറയുക, ഒരു റിസോഴ്സ് സെൻ്ററൊക്കെ ഉണ്ട് പ്ലാനിംഗ് ബോർഡിന്. അതിലുള്ള അംഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളും ചേട്ടന്മാരും അനിയന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെയൊക്കെ അക്കാഡമിക് കോൺട്രിബ്യൂഷൻ കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്പെർട്ടൈസ് കോൺട്രിബ്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ, എക്സ്പീരിയൻസ് കോൺട്രിബ്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ അത് വേറെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നതുകൊണ്ട് ആരെയും നമ്മളൊന്നും പറയുന്നില്ല. SRG എന്നൊക്കെ പറഞ്ഞ്, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംവിധാനമുണ്ടായിരുന്നു. എന്ത് സ്റ്റേറ്റിന് എന്ത് റിസോഴ്സാണ് കൊടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. സമഗ്രമായി സംസ്ഥാന ആസൂത്രണ ബോർഡ് പൊളിച്ചെഴുതണം. അതിൻ്റെ തിങ്ക് ടാങ്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു, അത് മാത്രം പോരാ, വളരെ സമഗ്രമായ പൊളിച്ചെഴുത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡിൽ നടത്തേണ്ടതുണ്ട്. അതിൽ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ലോകത്തുള്ള എവിടെയുള്ള എക്സ്പേർട്ടുകളെയും ലിങ്ക് ചെയ്യുവാനും അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള സംവിധാനം ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഐഡിയ ബാങ്ക്, അതായത് ഒരുപാട് ആശയങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾക്കുണ്ട്. നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഗവൺമെൻറ് മാത്രമല്ല കാണുന്നത്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാത്രമല്ല കാണുന്നത്, എക്സ്പേർട്ടുകൾ മാത്രമല്ല, ഒരു വീട്ടമ്മയ്ക്കുമുണ്ട് സ്വപ്നം, ഇവിടെ ഒരു വിദ്യാർത്ഥിക്കുണ്ട്, ന്യൂജനുണ്ട്, ഇസഡ്ജനുണ്ട് സ്വപ്നം നാടിനെക്കുറിച്ച്. അങ്ങനെ ആർക്കെന്ത് സ്വപ്നമുണ്ടെങ്കിലും എന്താശയമുണ്ടെങ്കിലും അത് ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഐഡിയ പൂൾ, സ്റ്റേറ്റ് ഐഡിയ പൂൾ എന്ന് പറയുന്ന SIP എന്ന് പറഞ്ഞൊരു സംവിധാനം പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിൽ ആരംഭിക്കണം.
അതിലേക്ക് സ്റ്റാഫുകളെ വെക്കണം. വരുന്ന കാര്യങ്ങൾ അന്നെന്നുള്ളത് അന്നന്ന് തന്നെ പൂൾ ചെയ്ത് 10,000 കണക്കിന് ലെറ്ററൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ആണല്ലോ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തപാൽ വഴി 10,000 വരാൻ സാധ്യതയില്ല. അതിന് അതാത് സെക്ഷനിൽ അയച്ച് അവരുടെ സെക്ഷനിൽ നിന്ന് അത് വെറ്റ് ചെയ്ത് നല്ല ആശയങ്ങളെല്ലാം സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ട് ഈ ആശയങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്കും കൊടുക്കാനുള്ള, അത് പദ്ധതികളാക്കി മാറ്റാനുള്ള സ്റ്റേറ്റ് ഐഡിയ പൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തമായ കൺസെപ്റ്റിലേക്ക് പ്ലാനിംഗ് ബോർഡ് മാറട്ടെ. ആസൂത്രണ ബോർഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബോഡിയല്ല, അത് സമഗ്രമായി ഇതിൻ്റെ മുഴുവൻ മുകളിൽ കയറി നിൽക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയായി പ്രവർത്തിക്കാൻ ആസൂത്രണ ബോർഡ് കഴിയട്ടെ. ആ പൊളിച്ചെഴുത്ത് ഈ ഭരണകാലത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.